എല്ലാവർക്കും നമസ്കാരം. ഈ ടൈറ്റിൽ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം ടെക്സ്റ്റ് ടൂളും ഗ്രേഡിംഗ് ഓവർലേ സ്ട്രോക്കും നമ്മൾ നോക്കുന്നുണ്ട്. ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ടൂളിനെ പറ്റി ഇന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ നോക്കിയ എല്ലാ ടൂളുകളും ഉള്ളതുപോലെ തന്നെ ടെക്സ്റ്റ് ടൂളും ടൂൾ ബോക്സിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരു ടി എന്ന് എഴുതിയിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ. ജസ്റ്റ് ടൂൾ ബോക്സിൽ പോവുക, ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. കീബോർഡിലെ ലെറ്റർ ടി ആണ് ടെക്സ്റ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. ക്യാൻവാസിലേക്ക് ജസ്റ്റ് മൗസ് കൊണ്ടുവന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ലെയർ കണ്ട് ഇവിടെയും കാണിക്കുന്നു. നമ്മുടെ ലെയർ വിൻഡോയിലും ഇവിടെ ടെക്സ്റ്റ് ലെയർ വന്നിട്ടുണ്ട്. കണ്ടോ, ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ടെക്സ്റ്റ് ലെയറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് നമ്മൾ ടെക്സ്റ്റുകൾ യൂസ് ചെയ്യുമ്പം ഫോട്ടോഷോപ്പിൽ വരുന്ന കുറച്ച് ടെക്സ്റ്റുകളാണ്. നമുക്ക് ഫോണ്ടും കളറും ഒക്കെ മനസ്സിലാവാൻ വേണ്ടി ഫോട്ടോഷോപ്പ് തന്നെ ജസ്റ്റ് ഒരു ജിബ്രിഷ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ കാര്യമില്ല. ഇത് നമുക്കിനി എങ്ങനെ മാറ്റി ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പവർ പോയിൻറ്റും മൈക്രോസോഫ്റ്റ് വേർഡും എക്സലും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി വിത്ത് മൗസ്. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എമ്പുരാൻ്റെ ടെക്സ്റ്റാണ്. എമ്പുരാൻ്റെ ലെറ്റേഴ്സ് വെച്ചാൽ ആ ഒരു സ്റ്റൈലാണ് നമ്മളിന്ന് ടെക്സ്റ്റ് ടൂൾ പഠിക്കുന്നതിനോടൊപ്പം നോക്കുന്നത്. അപ്പോൾ എമ്പുരാൻ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ എമ്പുരാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അക്ഷരം മാറിപ്പോയിട്ടൊന്നുമില്ല. അക്ഷരം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനമായി മാറും. അതുകൊണ്ട് കറക്റ്റായിട്ടൊക്കെയാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ മാറ്റാൻ പോകും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ആദ്യമായിട്ട് വേർഡിലും പവർ പോയിൻറ്റിലും എക്സലിലും ഒക്കെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് മൗസ് കൊണ്ട് ആ ടെക്സ്റ്റ് ലെയറിനെ നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നതിനെ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കറിയാമല്ലോ, അത് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇവിടെ കണ്ടോ, ഈ കാണിക്കുന്നതാണ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസ്, റോബോട്ടോ. ഈ കാണിക്കുന്നത് ഫോണ്ടാണ്. ഏത് ഫോണ്ടിലാണ് ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇത് മാറ്റാം. അല്ല, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടോ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതൊക്കെ മലയാളം ഫോണ്ടുകളാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് കണ്ടോ, ഫോണ്ട് മാറുന്നുണ്ടോ. ഇപ്പോൾ എയറാസ് ബോൾഡ് ITC എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അത് മാത്രമല്ല പല പല ഫോണ്ടുകളുണ്ട്. ആ ബോക്സിലേക്ക് നമ്മുടെ മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ വീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പം ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. ഏകദേശം ഒരു എമ്പുരാൻ്റെ ഫോണ്ടുമായിട്ട് സാദൃശ്യമുള്ള ഒരു ഫോണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പും ചെയ്തിട്ടുണ്ട്, ഫോണ്ടും ക്ലിയർ ആക്കി. ഇനി കളർ ഒന്ന് മാറ്റി നോക്കാം. എങ്ങനെ ഇത് കളർ മാറ്റാം, എമ്പുരാൻ്റെ ആ സ്റ്റൈലിലോട്ടൊക്കെ നമ്മൾ വരാം. അതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. ഇതിൻ്റെ കളർ എങ്ങനെ മാറ്റാം. ഞാൻ ഇതൊരു ബ്ലാക്ക് കളറിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ പ്രോപ്പർട്ടീസിൽ ഇതാണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ. ഇത് എനിക്ക് മാറ്റി ബ്ലാക്ക് ആക്കാം. നേരത്തെ ഞാൻ കാണിച്ചു തന്ന റെക്റ്റാങ്കിളും സർക്കിളിൻ്റെയും ഒക്കെ കളർ എങ്ങനെയാണോ മാറ്റിയത് അതേ ഒരു രീതി തന്നെയാണ് ഇവിടെയും കളർ മാറ്റിയത്. നിങ്ങൾ ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു കളർ ബോക്സ് ഓപ്പണായി വരും. നമുക്ക് വേണ്ടത് ബ്ലാക്കാണ്. ബ്ലാക്കിലോട്ട് കൊണ്ടുവരിക, ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ചുകൂടെ സൈസ് വേണം ഈ ടെക്സ്റ്റിന്. ഇത്രയും പോരാ, ഏകദേശം ഒരു കുറച്ചുകൂടെ വലുപ്പത്തിൽ ക്യാൻവാസ് തികഞ്ഞ് നിൽക്കുന്ന പോലെ വേണം. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ഒരു നമ്പർ എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ്. ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകണം. എനിക്കൊരു 90 വേണം. ഞാൻ ചുമ്മാ 90 എടുത്ത് കൊടുത്തു. ഇപ്പോൾ കണ്ടോ ടെക്സ്റ്റിൻ്റെ സൈസ് വലുതായിട്ടുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുക. നമുക്കിവിടെ ഇഷ്ടമുള്ള സൈസ്, എനിക്കിപ്പം 90 ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 90 തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റിൻ്റെ സൈസിന് വ്യത്യാസം വരും. ഞാനിപ്പോൾ 90 കൊടുത്തിട്ടുണ്ട്. ആ സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ ഒരു മെറ്റാലിക് സ്റ്റൈൽ ഇവിടെ കൊടുക്കണം. എമ്പുരാൻ എന്നുള്ളതിൻ്റെ ആ ടൈറ്റിലിനുള്ള മെറ്റാലിക് സ്റ്റൈൽ ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് ഒന്നും കിട്ടത്തില്ല. ഏകദേശം ആ ഒരു ടൈപ്പ് ഫോണ്ട് മാത്രമേ, അല്ലെ ആ ഒരു ടൈപ്പ് സ്റ്റൈല് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെന്ന് പറഞ്ഞാൽ അത് 3D എലമെൻ്റാണ്. ഏകദേശം അതിനോട് കിടപിടിക്കുന്ന ടൈപ്പ് ഒരു സ്റ്റൈലാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ FX എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ ഉണ്ട്. FX അത് ലെയർ സ്റ്റൈൽ
ആഡ് ചെയ്യുന്ന സ്ഥലമാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ലെയർ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്റ്റഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം FX ബട്ടൺ ഞെക്കണം. ഇവിടെ കണ്ടോ ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയൻ്റ് ഓവർലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. അത് കാരണമാണ് നമ്മുടെ എമ്പുരാന് ഈ ഓറഞ്ച് കളർ വന്നത്. നമുക്കിതല്ല വേണ്ടത്, ഒരു മെറ്റാലിക് ഷെയ്ഡാണ് വേണ്ടത്. അതിനായിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, കണ്ടോ, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബേസിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് ബേസിക് കളറായ ബ്ലാക്കും വൈറ്റും കിടപ്പുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ നമുക്ക് വേണ്ട ഒരു കളർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു സ്റ്റൈൽ കിട്ടിയിട്ടില്ല, മെറ്റാലിക് ഫിനിഷ് കിട്ടിയിട്ടില്ല. അതെങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗ്രേഡിയൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. കണ്ടല്ലോ, 2 കളറുണ്ട്, ഒരറ്റത്ത് ബ്ലാക്കും ഒരറ്റത്ത് വൈറ്റും. എമ്പുരാൻ്റെ ടെക്സ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നടുക്കൊരു ചെറിയ ഷൈനിയും 2 സൈഡിലും ഒരു ഡാർക്ക് കളറാണ് വന്നേക്കുന്നത്. അതായത് അത്ര ഡാർക്ക് അല്ല എങ്കിലും ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റിനെ ജസ്റ്റ് നമ്മൾ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക, നടുക്കോട്ട് കൊണ്ടിട്ട്. ഓക്കെ, അതായത് നമ്മുടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഈ എഡ്ജ്, ഇതിൻ്റെ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ വൈറ്റ് കളർ അങ്ങോട്ട് വരും. നമുക്ക് ഇങ്ങനെയാണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ഹാൻഡിൻ്റെ പടം വന്നേക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ഒരു കളർ വരും. ഈ കളർ നമുക്ക് ഗ്രേ ആണ് വേണ്ടത്. അതെങ്ങനെ ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് കണ്ടോ, ഈ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കളർ ബോക്സ് ഓപ്പൺ ആവും. ഒരു ഗ്രേ കളർ ഞാനിവിടെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി എനിക്ക് ഈ ഒരു കളറോടെ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിവിടെ കത്തും. ബോക്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഒരു ചെറിയൊരു വൈറ്റ്, അത്ര പ്യുവർ വൈറ്റ് കൊടുക്കണ്ട, ചെറിയൊരു മെറ്റാലിക് വൈറ്റ്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രേഡിയൻ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഡാർക്ക് കളർ കൊടുക്കാം. ഓക്കെ, അത് ഓക്കെ. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ശ്രദ്ധിച്ച് അറിയാം, നടുക്കൂടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഈ കൊടുത്തേക്കുന്ന രീതിയിലല്ല അവരുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ട ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് അങ്ങോട്ട് തിരിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സ്റ്റൈലിലേക്ക് അത് വരും. കേട്ടോ, വന്നേക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച രീതിയിലേക്ക് സാധനം അലൈൻ ആയിട്ടുണ്ട്. നേരത്തെ ഹൊറിസോണ്ടലായിട്ട് കിടന്നത് ഇപ്പം വെർട്ടിക്കൽ സ്റ്റൈലിലോട്ട് ഗ്രേഡിയൻറ്റ് മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് ഒന്നുകൂടെ കാണിക്കാം. നേരത്തെ ഇങ്ങനെയായിരുന്നു കിടന്നത്, നമ്മളത് മാറ്റിയിട്ട് നമുക്ക് വേണ്ട രീതിയിലോട്ട് ഗ്രേഡിയൻറ്റിനെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചാലും മതി. ഗ്രേഡിയൻറ്റ് എങ്ങനെ അലൈൻ ആവുന്ന ഒരു പ്രിവ്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലോട്ട് ഇത് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഗ്രേഡിയൻറ്റിനെ നമ്മൾ വലിച്ചു നീട്ടുവാണ്, മനസ്സിലായോ? അതായത് അതിനെ വലിച്ചു നീട്ടുവാണ്. ആ ഒരു ഐഡിയ ആണ് ഇവിടെ വർക്കാവുന്നത്. ഇത് ഞാൻ കുറയ്ക്കുകയാണ്, സ്കെയിലിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രേഡിയൻറ്റ് ചുരുങ്ങുവാണ്. സ്കെയിൽ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, അതായത് ഗ്രേഡിയൻറ്റ് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ചുകൂടെ വികസിച്ചാണ് വേണ്ടത്. ആ ഒരു മെറ്റാലിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി, എമ്പുരാന് കൊടുത്തേക്കുന്ന ആ ഒരു മെറ്റാലിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ വലിച്ചു നീട്ടി കൊടുക്കുകയാണ്. അതായത് സ്കെയിൽ ചെയ്യുക, ബേസിക്കലി പറഞ്ഞാൽ വലുതാക്കി കൊടുക്കുക. ഏകദേശം ഇത് ഓക്കെ ആണ്, എനിക്ക് ഓക്കെ ആണ് കണ്ടിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ ഒരു മെറ്റാലിക്കിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേഡിയൻറ്റിനെ റിവേഴ്സ് അടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റൈലിൽ നിന്ന് റിവേഴ്സ് അടിക്കുക. അതായത് ഇപ്പോൾ വലിയ മാറ്റമൊന്നും വരത്തില്ല. ഈ കാണുന്ന ബ്ലാക്ക് ഇവിടെ വരും, ഈ കാണുന്ന ഗ്രേ മേളിൽ പോകും, അത്രേ ഉള്ളൂ. കണ്ടോ, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. 2 ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. ആംഗിൾ സെറ്റ് ചെയ്യുന്നത്, സ്കെയില്, ഗ്രേഡിയൻറ്റിന് കളർ കൊടുക്കുന്നത്, റിവേഴ്സ്, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനിയും നമ്മൾ ആ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ പോകും. അതായത് ആ ഒരു ബൾക്കിനെസ്. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്, നമുക്കൊരു മെറ്റാലിക് ഫിനിഷ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു, എഫക്ട്സിലേക്ക് പോകുന്നു. സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് നമ്മൾ നേരത്തെ നോക്കിയാണ്, നമ്മൾ റെക്റ്റാങ്കിളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് സാധനമാണോ അല്ലെങ്കിൽ എന്തൊരു ഒബ്ജക്റ്റ് ആണോ ഫോട്ടോഷോപ്പ്, അതിൻ്റെ ചുറ്റിന് ഒരു ഔട്ട്ലൈൻ വരാൻ വേണ്ടിയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷേപ്പുകൾ, ഇമേജുകൾ, സ്മാർട്ട് ഒബ്ജക്റ്റ്, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് സ്ട്രോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എമ്പുരാൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തു, എഫക്ട്സിലേക്ക് പോയി സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്, മനസ്സിലായോ?
നമുക്കിത് കുറച്ചുകൂടെ വേണം, ഒരുപാട് വേണ്ട, ഒരു 2-ലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു 3D എഫക്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എമ്പുരാന് ഉള്ളത് പോലെയുള്ള ഒരു ചെറിയ 3D എഫക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, കളർ മാറ്റി, മെറ്റാലിക് എഫക്റ്റ് കൊടുത്തു, ചെറിയൊരു 3Dയുടെ ആ ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രോക്കിൻ്റെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഇവിടെ ഗ്രേഡിയൻ്റ് കിടക്കുന്നത്, നേരത്തെ നമ്മൾ കൊടുത്തുള്ള ഗ്രേഡിയൻ്റ്, അത് വേണമെങ്കിൽ പ്ലെയിൻ കളറാക്കാം. അതിനായിട്ട് ഇവിടെ ഫിൽ ടൈപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഈ ഫിൽ ടൈപ്പ് മാറ്റിയിട്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ കളറാകും. ഞാൻ ഇത് വൈറ്റ് കളറാക്കി. ഓക്കെ, വൈറ്റ് കളർ. ഇങ്ങനെ ആണെങ്കിലും നമുക്കൊരു 3D എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ അത് അങ്ങനെ തന്നെ നിർത്തുവാണ്, കളർ മതി. അല്ല ഇനി ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് ആക്കിയിട്ട് ഗ്രേഡിയൻ്റ് ആയിട്ട് തന്നെ നിലനിർത്താം. അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഗ്രേഡിയൻ്റ് ആക്കി തന്നെ നിർത്തുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ സ്ട്രോക്കും കൊടുത്തു. ഇന്നിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൂൾ തന്നെയാണ്. ടെക്സ്റ്റ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം. ടെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടൂളാണ്. നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയറുകളിൽ വേർഡ്, പവർ പോയിന്റിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫോട്ടോഷോപ്പിലും ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതിന് അപ്പുറമുള്ള കുറച്ച് എഫക്റ്റുകളും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അതായത് മെറ്റാലിക് എഫക്റ്റ് കൊടുക്കാനും, അതായത് ഗ്രേഡിയൻറ്റ് ഓവർലേ കൊടുക്കാനും, പിന്നെ സ്ട്രോക്ക് കൊടുക്കാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ടൂളിനെ പറ്റിയുള്ളത്. എമ്പുരാൻ്റെ ആ ഒരു സ്റ്റൈല് നിങ്ങൾക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയാണ് ഞാൻ എമ്പുരാൻ്റെ ആ സ്റ്റൈൽ എടുത്തത്. ഈ ചെയ്ത എമ്പുരാൻ ഞാൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഏകദേശം എമ്പുരാന്റെ രൂപത്തിലോട്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ.